അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് 29, 30, 31 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വലിഖു നിങ്ങൾ പോയിക്കൊള്ളുക, ഇലാമാ കുൻതും ബിഹി ഏതൊന്നിനായിരുന്നോ നിങ്ങൾ തുകദിബൂൻ കളവാക്കിയിരുന്നത് അതിലേക്ക്. ത്വലിഖു നിങ്ങൾ പോയിക്കൊള്ളുക, ഇലാ ലില്ലിൻ തണലിലേക്ക്, ദീ സലാസ് മൂന്നെണ്ണമുള്ള, ഷ്വാബ് ശാഖകൾ, 3 ശാഖകളുള്ള, ലാ ലലീലിൻ അത് തണലിട്ട് നൽകുന്നതല്ല, വലാ യുഗ്നി മിനൽ ലഹബ് തീജ്വാലയിൽ നിന്നും അത് രക്ഷ നൽകുന്നതുമല്ല. നിങ്ങളെന്നും നിഷേധിച്ച് തള്ളിയിരുന്ന ഒന്നില്ലേ അതിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. 3 ശാഖകളുള്ള ഒരു തരം നിഴലിലേക്ക് പോയിക്കൊള്ളുക. അത് തണൽ നൽകുന്നതല്ല, തീജ്വാലയിൽ നിന്ന് രക്ഷ നൽകുന്നതുമല്ല. ഇതുവരെയുള്ള ഏതാനും സൂക്തങ്ങളിൽ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലൂടെ മനുഷ്യൻ്റെ ആന്തരികവും ബാഹ്യവുമായ സാക്ഷ്യങ്ങളിലൂടെ, സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിലൂടെ വിചാരണ നാളിനെ സ്ഥാപിക്കുകയായിരുന്നു അള്ളാഹു ചെയ്തതെങ്കിൽ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സൂക്തങ്ങളിൽ വിചാരണ നാളിൽ സംഭവിക്കുന്ന ദൃശ്യങ്ങളെ അള്ളാഹു ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊന്നിനെയാണോ നിങ്ങൾ കളവാക്കിയിരുന്നത്, ഏതൊന്നാണോ ഇല്ല എന്ന് നിങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്നത് അതിലേക്ക് തന്നെ ഇൻത്വലിഖു നിങ്ങൾ പോയിക്കൊള്ളുക. ഏതൊരു കാര്യമാണോ ഇല്ലെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ശേഷിയും ശേമുഷിയും ചെലവഴിച്ചത് അതേ കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊള്ളുക. 3 ശാഖകളുള്ള തണലിലേക്ക് നിങ്ങൾ പുറപ്പെടുക. തണൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സുഖദായകമാണ്, മനുഷ്യന് ആനന്ദം നൽകുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്. ഇത് അതല്ല എന്ന് സൂചിപ്പിക്കാനാണ് തൊട്ടടുത്ത സൂക്തത്തിൽ ലാ ലലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് എന്ന് പറയുന്നത്. അത് മനുഷ്യന് ആശ്വാസദായകമായ തണലല്ല, തീജ്വാലകളെ കാക്കുന്ന തണലുമല്ല. സൂറത്തുൽ വാഖിയയിലെ 43, 44 ആയത്തുകളിൽ ഈ തണലിനെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വളില്ലിൻ മിൻ യഹ്മൂം കറുത്ത പുകച്ചുരുളുകളുള്ള തണൽ, ലാ ബാരിദിൻ വലാ കരീം അതിന് തണുപ്പില്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. 3 ശാഖകൾ എന്ന് പ്രത്യേകം സലാസ് ഷ്വഅബ് എന്ന് എടുത്തു പറഞ്ഞത് ഒട്ടും തണുപ്പില്ലാത്തത്, ചൂടിനെ തടുക്കാത്തത്, കോട്ട പോലെയുള്ളത് എന്ന് ഈ 3 ശാഖകൾ എന്നതിനെ വിശദീകരിച്ച ഉലമാക്കളുണ്ട്. വൻതോതിൽ പുകയുയരുമ്പോൾ അവ മുകളിലെത്തി ശാഖകളായി പിരിയുന്നതാണ് ഇവ എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സത്യനിഷേധം മൗലികമായി 3 അടിത്തറകളിലാണ് നിലകൊള്ളുന്നത്. ദൈവത്തോടുള്ള അവജ്ഞ, സൃഷ്ടികളോടുള്ള അവഗണന, പരലോക നിഷേധം. സത്യനിഷേധത്തിൻ്റെ അടിസ്ഥാനപരമായ ഈ ത്രിമാന സവിശേഷതകൾക്ക് അനുസൃതമായി ശിക്ഷ 3 ഭാഗത്തു നിന്നും വികസിച്ച് അവരെ വന്ന് മൂടും എന്നാണ് അർത്ഥം എന്നും വ്യാഖ്യാനമുണ്ട്. മൊത്തത്തിൽ ഈ ലില്ല്, ഈ പുകനിഴൽ സർവത്ര വ്യാപിച്ചിരിക്കും. പുകനിഴലില്ലാത്ത ഒരിടവും ഉണ്ടാവുകയില്ല. എല്ലാ അർത്ഥത്തിലും സത്യനിഷേധികളെ അത് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. ത്വലിഖു നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഇവരെ ആട്ടി ഓടിക്കുന്നത് മലക്കുകളായിരിക്കാം. പോവുക എന്ന വാക്ക് മലക്കുകളുടേതായിരിക്കാം. ഇവർ ആട്ടി ഓടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പുകയോട് പുകയിൽ തന്നെയായിരിക്കും, പൂർണ്ണമായ പ്രയാസത്തിൽ. ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 7 അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ث ذال طاء ظاء عين غين قاف. ത്വലിഖു കുൻതും ലില്ലിൻ. ഈ 3 ഭാഗങ്ങളിലും ഇഖ്ഫാ എന്ന നിയമമാണ്. സുക്കൂണുള്ള നൂനിനോ തൻവീനിനോ ശേഷം ത്വാ, താ, ദാല് ഉൾപ്പെടെയുള്ള 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ അവിടെ മറച്ച് മണിക്കണം. ത്വലിഖൂ ഇ ഖാഫിൻ്റെ അവസാനത്തിൽ നീട്ടാനുള്ള വാവ് വന്നിരിക്കുന്നു. തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നു. വേണമെങ്കിൽ 4 അനക്കം നീട്ടാം. മദ് ജായിസ് മുൻഫസിൽ. കുൻതും ബിഹി സുക്കൂണുള്ള മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു. രാഗത്തോടെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. സുക്കൂണുള്ള മീമിൻ്റെ ഇഖ്ഫ ആണ് ഇത്. ദലീലിംവ തൻവീന് ശേഷം വാവ് വന്നിരിക്കുന്നു. കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം. ഇദ്ഗാം
ബിഗുന്ന. انطلقوا إلى ما كنتم به تكذبون انطلقوا إلى ظل ذي 3 شعب لا ظليل ولا يغني من اللهب. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നരകശിക്ഷയിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ.